നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷ എന്തായിരിക്കണമെന്നതിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കോടതി കേട്ടു. ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർബൽ കുമാർ നായരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. ഇരു പ്രതികളും ഷാരോണിന്റെ കുടുംബവും കോടതിയിൽ ഹാജരായിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സ് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. നഗ്നചിത്രം കൈവശം വെച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നും പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം വാദിച്ചു. നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തിയെന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷനോട് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. ഇരുവിഭാഗത്തിന്റെയും ഡാനിലേക്ക് പോകുന്നതിന് മുൻപ് MG മിഥുനിലേക്ക്. മിഥുൻ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇരുവിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം, ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം എന്തൊക്കെയായിരുന്നു? വളരെ വൈകാരികമായിട്ടുള്ള ഒരു വാദം തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിൽ ചെകുത്താന്റെ മനസ്സുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി നടത്തിയ അതിക്രൂരമായ കൊലപാതകം ഒരുപക്ഷെ ഒരു സാധാരണ മരണമായി കണക്കാക്കപ്പെട്ടു പോയ ഒരു കേസ്, അതിൽ ഈ ഷാരോൺ രാജിന്റെ സഹോദരന്റെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പോരാട്ടം, അത് തന്നെയാണ് ഈ ഗ്രീഷ്മ എന്ന കുറ്റവാളിയെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിന്റെ പോരാട്ട വഴികൾ നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന നിയമവഴികളായിരുന്നു ഇതിനുണ്ടായത്. കഴിഞ്ഞ 6 മാസമായി ഇതിന്റെ വാദം നടക്കുകയായിരുന്നു. അതിനുശേഷം നിരവധി തെളിവുകൾ, ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിക്കുകയും ഗ്രീഷ്മ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് ശിക്ഷാവിധി ഇന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു അന്തിമ വാദത്തിന് ശേഷം തിങ്കളാഴ്ചത്തേക്ക് ശിക്ഷാവിധി മാറ്റിയിരിക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുന്നതാണ്. എന്നോടൊപ്പം ഡാൻ കുര്യൻ കൂടി ടോം ഇപ്പോൾ ചേരുന്നുണ്ട്. കാരണം ഡാനാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാഗത്തിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദം അത് കൃത്യമായി കോടതിയിൽ ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കേൾക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഡാൻ കുര്യൻ, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേസിന്റെ സംഭവം നടക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രീഷ്മയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ മറിച്ച് ഇന്ന് ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്, അതിന്റെ ഒരു കാരണം ഈ ഷാരോൺ രാജ് ഈ ഗ്രീഷ്മയുടെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ ചില നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. അത് പുറത്തുവിടുമെന്നുള്ള ഭയം, ഒപ്പം തന്നെ ബ്ലാക്ക് മെയിലിംഗ് അടക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുറ്റകൃത്യത്തിലേക്ക് നീങ്ങിയ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പ്രതിഭാഗം പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്താണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയത്? രാവിലെ 10:30 അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ നിന്ന് കടുത്ത പോലീസ് സുരക്ഷയിൽ ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ സെഷൻസ് കോടതിയിലേക്ക് ഈ അന്തിമവാദം കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചത്. 11 മണിക്ക് തന്നെ സെഷൻസ് ജഡ്ജി AM ബഷീർ അവിടേക്ക് എത്തുന്നു. സീനിയർ അഭിഭാഷകനായ സുനിൽ കുമാർ ആയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രതിഭാഗത്തിന് വേണ്ടി പ്രമുഖ അഭിഭാഷകനായ അജിത് കുമാർ, അവർ രണ്ടുപേരുമാണ്. ശാസ്തമംഗലം അജിത്, അവർ തമ്മിലാണ് ഈ വാദമുഖങ്ങൾ കോടതി മുറിക്കുള്ളിൽ നടന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ തരത്തിൽ കഴിഞ്ഞ 2 വർഷമായി കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്.
ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടും ഷാരോൺ രാജുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളുമൊക്കെ അവിടെ പ്രോസിക്യൂഷൻ പ്രധാനമായി വാദിച്ച ഒരു കാര്യം വളരെ കൃത്യമായ ആസൂത്രണത്തോടെ അതിക്രൂരമായി നടത്തിയ ഒരു കൊലപാതകമാണ് ഷാരോൺ രാജിന്റേതെന്നാണ്. അതായത് അപായപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അത് യാദൃശ്ചികമായി സംഭവിച്ചതോ അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. കൊല്ലണം എന്ന കൃത്യമായ നിശ്ചയദാർഢ്യത്തോടെ തന്നെ വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ച് ക്ഷണിച്ചു വരുത്തുകയും അതിനുശേഷം കാപ്പിക്കുന്ന കളനാശിനി കഷായത്തിൽ കലർത്തി നിർബന്ധപൂർവ്വം കുടിപ്പിക്കുകയുമായിരുന്നു. ഇത് അമിത അളവിൽ ഈ കാപ്പിക്കുന്ന കളനാശിനിയുടെ പ്രസൻസ് ഈ കഷായത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചുണ്ടു മുതൽ അടിവയർ വരെയുള്ള ഭാഗം ആന്തരിക അവയവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി പൊള്ളലേറ്റ് നശിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. നീല കളറിൽ ഛർദ്ദിക്കുന്ന തരത്തിലേക്ക് വരെ ആദ്യം കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെ അതിക്രൂരമായ വേദനയിലൂടെയാണ് 2022 ഒക്ടോബർ 14 കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ഷാരോൺ രാജ് ഈ കളനാശിനി അടങ്ങിയ കഷായം കുടിക്കുന്നത്. അതിനുശേഷം തുടർന്നുള്ള 11 ദിവസങ്ങൾ സമാനതകളില്ലാത്ത വേദനകളാണ് ഷാരോൺ രാജിന് അനുഭവിക്കേണ്ടി വന്നത്. ആ വേദനകൾ ഒരു 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് കടന്നു പോകേണ്ടി വന്ന ഏറ്റവും വേദനകരമായ അവസ്ഥയിലൂടെയാണ് ഷാരോൺ കടന്നുപോയത്. ആ വേദന കണക്കിടാതിരിക്കാൻ കഴിയില്ല കോടതിക്ക്. അവിടെ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടത്തിയ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. പ്രധാനമായി എടുത്തു പറഞ്ഞ കാര്യം ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നിഷ്ഠൂരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അവിടെ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടാണ്, അതായത് മരണം ഉറപ്പാക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ കോടതിയുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലൊക്കെ ഇനി ഒരു വാക്ക് ചേർക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. സ്നേഹത്തെയാണ്, പ്രണയത്തെയാണ് കൊല ചെയ്തത്. ഈ വാദകമാണ് പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചത്. അതായത് സ്നേഹം എന്ന ഉപകരണത്തെ ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് പ്രതികാരം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാക്കി ഈ പ്രണയത്തെ മാറ്റുകയായിരുന്നു. അവിടെ പ്രലോഭിപ്പിച്ച്, അതായത് ഗ്രീഷ്മയെ അടിയിൽ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഷാരോൺ രാജ് ഗ്രീഷ്മ പറഞ്ഞ വാക്ക് വിശ്വസിച്ചാണ് അവിടേക്ക് എത്തിയാൽ മതി, നിനക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന വാക്ക് ഗ്രീഷ്മ പറഞ്ഞതനുസരിച്ച് വാട്സാപ്പ് ചാറ്റ് നടത്തുന്നു. ആ ചാറ്റിന് പിന്നാലെയാണ് ഷാരോൺ രാജ് സുഹൃത്ത് റജിനൊപ്പം ഈ കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ അദ്ദേഹം വിവരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അവിടെ പരമാവധി, അതായത് ഈ ഒരു തരത്തിലും ഒരു ദയ അർഹിക്കുന്നില്ല, ഒരു മാനുഷികമായ പരിഗണനകളും ഈ പ്രതിയോട് കാണിക്കേണ്ട സാഹചര്യവുമില്ല. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആദ്യം ഉന്നയിച്ചത്. അത് ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഗ്രീഷ്മയ്ക്കില്ല. അങ്ങനെ പഠിക്കാൻ സമർത്ഥയായിരുന്ന ഒരു പെൺകുട്ടി താൻ സ്നേഹിച്ചിരുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തുക എന്ന ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൃത്യം ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിലേക്ക് നയിച്ച എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ആ സാഹചര്യം കോടതിയിൽ അവർ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: ഈ ഒരു ബന്ധം തുടർന്ന് പോകുന്നതിലുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു. അതായത് ഗ്രീഷ്മ പലതവണ ഷാരോൺ രാജിനെ ഈ ബന്ധം തുടർന്ന് പോകുന്നതിലുള്ള വിയോജിപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ ഷാരോൺ രാജ് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ കുടുംബാംഗങ്ങളുടെ അടക്കം സ്വാധീനത്താൽ ഷാരോൺ രാജിനോട് സംസാരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതും ഫലം കാണുന്നില്ല. അതിനിടയിൽ പലതവണ അവർ തമ്മിൽ ഹോട്ടലുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് ഈ സ്വകാര്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ അത് കൃത്യമായി ഷാരോൺ രാജ് മൊബൈൽ ഫോണിൽ പകർത്തി ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു തരത്തിലും ഈ ബന്ധത്തിൽ നിന്ന് ഗ്രീഷ്മയ്ക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അവിടെ ഈ എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോൺ രാജിന്. അങ്ങനെ ഇനി ആത്മഹത്യ മാത്രമാണ് പോംവഴി എന്ന സ്ഥിതിയിലേക്ക് ഗ്രീഷ്മ എത്തുന്നു. അവിടെ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു വഴി, ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഗ്രീഷ്മ നിർബന്ധിതയാകുകയായിരുന്നു. അതിലേക്ക് നയിച്ച സാഹചര്യം ഷാരോൺ രാജിന്റെ ഒരു പിടിവാശിയാണ് എന്ന തരത്തിലാണ് പ്രതിഭാഗം അവിടെ വാദിച്ചത്. അവിടെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസക്തമായ ചില പരാമർശങ്ങളുണ്ട്. അതിലേക്ക് തന്നെയാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമൊന്നും തന്നെ ഈ കുറ്റം സമ്മതിച്ചില്ലായിരുന്നു. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് പ്രതിഭാഗം പറയുന്നത് കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം ഇതാണ്. ഒരുപക്ഷെ ഈ ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിലൊരു ഇളവ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കാമല്ലേ ഇത്തരത്തിലൊരു നീക്കം?
അതായത് ഈ കേസിൽ നോ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകൾ ഒന്നുമില്ല. അവിടെ ഇവരുടെ ബ്രൌസർ ഹിസ്റ്ററി അത് കൃത്യമായി പരിശോധിച്ചാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു വിഷാംശം കാപ്പിക് എന്ന കളനാശിനി ഒരാൾ ഉപയോഗിച്ചാൽ അവർക്ക് ശാരീരികമായി ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമോ, അങ്ങനെയാണെങ്കിൽ അത് എത്ര കണ്ട് ഉപയോഗിക്കണം, അതോടൊപ്പം ഇത് ഉപയോഗിച്ചാൽ ഡാമേജ് ആകുന്ന ആന്തരിക അവയവങ്ങൾ, കരള്, വൃക്ക, ശ്വാസകോശം ഇവയുൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും ദോഷം സംഭവിക്കുക, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവർ ബ്രൌസിംഗ് ഹിസ്റ്ററിയിൽ കൃത്യമായി അത് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ പാരാസെറ്റമോൾ, ഡോളോ പൊടിച്ചു ചേർത്ത് ജ്യൂസ് കൊടുക്കുന്നു. അങ്ങനെ ജ്യൂസ് കൊടുത്ത് അതിന് കയ്പായത് മൂലം ആ ജ്യൂസ് തുപ്പിക്കളയുന്ന സാഹചര്യം ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു വഴിയെ അപായപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇത് ബോധപൂർവമുള്ള ശ്രമമല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പാരാസെറ്റമോൾ ജ്യൂസിൽ കലർത്തിക്കൊടുത്ത് ഇവനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ടതോടെ എന്തുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചില്ല? അവിടെയാണ് ഇതിലേക്ക് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഒറ്റ ലക്ഷ്യമേ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ, അത് ഏത് വിധേനയും ഷാരോൺ രാജിന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നതാണ്. അങ്ങനെ ഷാരോൺ രാജിന്റെ ജീവിതം ഇല്ലാതാക്കിയാൽ മാത്രമേ തനിക്കിനി ഒരു ജീവിതം ഉണ്ടാകൂ എന്ന് ഗ്രീഷ്മ കരുതിയിടത്താണ് ഈ കേസിന്റെ കുറ്റകൃത്യത്തിന്റെ തുടക്കം എന്നാണ് പ്രോസിക്യൂഷൻ അവിടെ വാദിച്ചത്. അതായത് ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ മാത്രമേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുള്ളൂ, മറ്റൊരു സാഹചര്യ തെളിവുകളുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അന്തിമ വാദങ്ങൾക്ക് ശേഷം തിരികെ എത്തിയ പ്രോസിക്യൂട്ടറോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകാനുള്ള സാഹചര്യം അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, എങ്കിൽ പോലും തന്നെ ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ ആയിരിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ വാദങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഗ്രീഷ്മയ്ക്ക് സഹായകരമാകുമെന്ന് കരുതാമോ? അതായത് ഗ്രീഷ്മ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ജഡ്ജി എം ബഷീറിന് മുമ്പിൽ ഹാജരാക്കി. അതിൽ പ്രധാനമായി ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത, അതായത് BA-ക്ക് മികച്ച രീതിയിലാണ് ഗ്രീഷ്മ പാസ്സാകുന്നത്. ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, അവരുടെ ഭാവി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു രണ്ടാം ജീവിതം തുടങ്ങാനുള്ള അവസരം തനിക്ക് നൽകണമെന്നാണ് ജഡ്ജിയോട് നേരിട്ട് ചേംബർ നടത്തിയെന്ന് ഗ്രീഷ്മ പറഞ്ഞത്. അത് മൊഴിയായി തന്നെ ജഡ്ജി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജഡ്ജി നടത്തിയ പരാമർശമാണ് ഒരു പക്ഷേ ഈ കേസിലെ ശിക്ഷാവിധിയെ സംബന്ധിച്ച ഒരു പരോക്ഷ സൂചന നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജി പറഞ്ഞത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് കേസിൽ ശിക്ഷ വിധിക്കാനാവില്ല. അവിടെ വൈകാരികത ഉയർത്തുന്ന, അതായത് സെൻസേഷണലായി മാധ്യമങ്ങൾ ഉയർത്തുന്ന വാർത്തകൾ മുൻവിധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാത്രമേ കാര്യങ്ങൾ എത്തിക്കൂ. പ്രോസിക്യൂഷനെ കൂടി അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കിയാകരുത് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എന്ന് ജഡ്ജി പറയണമെങ്കിൽ അത് ഈ കേസിന്റെ ശിക്ഷാവിധി അത്ര കണ്ട് കാഠിന്യം നിറഞ്ഞതായിരിക്കില്ല എന്ന ഒരു സൂചന പരോക്ഷമായെങ്കിലും പറഞ്ഞു വെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരുപക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ആ പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ മുഴുവൻ അവിടെ എത്തുകയും പിന്നീട് ശിക്ഷാവിധിക്ക് പകരം അന്തിമവാദമാണ് നടക്കുന്നതെന്ന വളരെ അപ്രതീക്ഷിതമായൊരു വാർത്ത വരികയും ചെയ്തതുപോലും ഒരുപക്ഷെ ഈ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ ഭാഗം അതുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സാഹചര്യമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്രയും നാളായി പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കോടതി മാധ്യമങ്ങളിലേക്ക് മുന്നിലേക്ക് വന്ന് പ്രോസിക്യൂട്ടർ അടക്കം ചില നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അടക്കമുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കഴിഞ്ഞ കുറെ കേസുകളായി, അതായത് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള കേസുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിസ്മയ കേസുണ്ട്, ഉത്തരയുടെ കൊലപാതകമുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷേ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ വിധി പറയാൻ മാറ്റിവെക്കുന്നു. അന്ന് അന്തിമവാദം നടത്തിയതിനു ശേഷം തൊട്ട് പിന്നാലെ തന്നെ വിധി പ്രസ്താവിക്കുന്നു. അതേ ദിവസം തന്നെ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. മറ്റൊരു അസാധാരണ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയും നീണ്ടുപോകുന്നു ഈ ശിക്ഷാവിധി എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കോടതിയിലെത്താത്ത ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് മുഴുവൻ പേരും കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ച രീതിയിൽ കോടതിയിൽ വിശ്വാസം അർപ്പിച്ചെത്തിയ ആ കുടുംബത്തിന് അവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് ഈ കോടതി വിധി വളരെ സംതൃപ്തി നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇനി ഞങ്ങൾക്ക് വേറൊരു കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മകന് നീതി കിട്ടിയെന്നടക്കമുള്ള ഒരു പരാമർശമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും സിന്ധു ഈ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അപ്പീൽ പോകാൻ സാധിക്കുമായിരുന്നു കുടുംബത്തിന്.
ഓരോരുത്തർ. പക്ഷേ അതിലേക്ക് അവർ പോകുന്നില്ല. ഗ്രീഷ്മയാണ് ഇതിൽ കുറ്റവാളി, ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു തങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത് എന്നാണ് ഈ കുടുംബം പറയുകയും ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം പുറത്തിറക്കുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് എനിക്ക് തോന്നുന്നത് ഈ കേസിൽ 3 പ്രതികളാണുള്ളത്. അവിടെ ഗ്രീഷ്മയുടെ അമ്മയുമായുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട അമ്മയുമായുള്ള ബന്ധം കഴിഞ്ഞിട്ടേ അമ്മാവന്റെ ഒരു കാര്യം നിർമ്മലകുമാരന്റെ ബന്ധം അവിടെ എത്തുന്നുള്ളൂ. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരാമർശിച്ചിരുന്നു. അമ്മയും അമ്മാവനും ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി അവിടെ പരാമർശിച്ചിരുന്നു. പിന്നീട് പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ, നിലനിൽക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി അമ്മയുടെ പങ്ക് ഉറപ്പിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അവർ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തിയായത്. അങ്ങനെ കുറ്റവിമുക്തിയാകുമ്പോഴും അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ഈ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വൈകാരികമായ പ്രതികരണങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതോടെയാണ് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് കുറ്റവിമുക്തിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയും അമ്മാവനെ മാത്രം ഗ്രീഷ്മയ്ക്കൊപ്പം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതിഭാഗം മുമ്പോട്ട് വെച്ചിരുന്ന വാദങ്ങൾ കൂടി കേട്ടതിനു ശേഷം, അതിനു മുമ്പായിരുന്നു ജഡ്ജി ഇങ്ങനൊരു പരാമർശം നടത്തുന്നതെങ്കിൽ അതിനെ നമുക്കൊരു സ്വാഭാവികമായ പ്രതികരണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആദ്യം പ്രോസിക്യൂഷൻ വധശിക്ഷ നൽകണമെന്ന് പറയുകയും പിന്നീട് പ്രതിഭാഗം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഇളവ് നൽകുകയും ഗ്രീഷ്മയ്ക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുകയും അതിനൊടുവിൽ ജഡ്ജി എ എം ബഷീറിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമ വാർത്തകളുടെയും വൈകാരിക പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതിക്ക് വിധി പറയാനാകില്ല എന്നൊരു നിലപാടെടുക്കുകയും ശിക്ഷാവിധി പറയുന്നത് ഇന്ന് നടത്താതെ 20-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തതിലൂടെ എനിക്ക് പരിമിതമായ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത്ര കഠിനമായ ഒരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത നന്നേ കുറവാണെന്നാണ്. ഒപ്പം തന്നെ കോടതി മുറിക്ക് ഡാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗ്രീഷ്മ അവിടെ എത്തിച്ചേരും ചെയ്തിരുന്നു. ഗ്രീഷ്മയുടെ ഒരു മുഖഭാവം എങ്ങനെയായിരുന്നു? അതായത് ഏതെങ്കിലും ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു സ്ഥിതിവിഷയമായിരുന്നു? ഒരു തരത്തിലുമില്ല. ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയാൽ എങ്ങനെയിരിക്കും? ആ കോടതി ആ കേസ് വിളിക്കുമ്പോൾ എങ്ങനെയാണോ ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ അവിടെ പെരുമാറുക, ഇത്രമാത്രം ലാഘവത്തോടെ പോലും അല്ല ഗ്രീഷ്മ അവിടെ ഇരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 10:30 ഈ ഗ്രീഷ്മയുമായുള്ള പോലീസ് വാഹനം കോടതി കോമ്പൗണ്ടിനകത്തേക്ക് കയറി പോകുന്ന സമയം മുതൽ ആ കോടതിക്കുള്ളിലേക്ക് നമ്മൾ കയറിയതാണ്. ആ കോടതി വളപ്പിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ സഹപ്രവർത്തകർക്കൊപ്പം. വളരെ ലാഘവത്തോടെ ഏറ്റവും പിന്നിലായ ഒരു ബെഞ്ചിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുന്ന് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മുഖം അത്ര വ്യക്തമായിരുന്നില്ല. അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് 10:45 അവിടെ എത്തി. ഏതാണ്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം എന്തോ ഒരു കാര്യം ചെവിയിൽ അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റ് നടപടികളിലേക്ക് പോയി. ഗ്രീഷ്മ വീണ്ടും ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കേസ് വിളിക്കുന്ന 11-16 കേസ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീഷ്മയും അമ്മാവനും കൂടി വളരെ സാവധാനം നടന്ന് ആ പ്രതിക്കൂട്ടിലേക്ക് സമീപത്തേക്ക് പോകുന്നു. അതിനിടയിൽ ജഡ്ജി ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാൻ പറയുന്നു. അങ്ങനെ ചേംബറിനടുത്ത് പോയി ചില ഡോക്യുമെന്റ്സ് കൈമാറുന്നു. അതിനുശേഷം തിരികെ അവർ പറഞ്ഞ കാര്യങ്ങൾ ജഡ്ജി മൊഴിയായി രേഖപ്പെടുത്തുന്നു. തന്റെ ഭാവിയും വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്നുള്ള ജീവിതവുമൊക്കെ പരിഗണിക്കണമെന്ന കാര്യം അവർ പറയുന്നു. അത് ജഡ്ജി മൊഴിയായി രേഖപ്പെടുത്തുന്നു. പിന്നിലേക്ക് വരുന്നു. അവർ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ അവിടെ തന്നെ തുടരുന്നു. ഈ വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുന്നു. അതിനുശേഷം ജഡ്ജി നടത്തിയ പരാമർശവും കേൾക്കുന്നു. അതിനുശേഷമാണ് കേസിന്റെ വിധി പറയുന്നത്. ശിക്ഷ വിധിക്കുന്നത് തിങ്കളാഴ്ചയാണെന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 5 മിനിറ്റിനകത്ത് ആ കോടതി മുറിക്കുള്ളിൽ നിന്നും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെ ഗ്രീഷ്മയും വഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തു വരുന്നു. വാഹനത്തിൽ കയറ്റുന്നു. തിരികെ നേരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് പോകുന്നു. സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ. തീർച്ചയായും അതാണ് ഏറ്റവും സാഹചര്യം. ഇന്നത്തെ ഒരു കേസിന്റെ വഴികൾ ഇങ്ങനെയായിരുന്നു. അതായത് തികച്ചും യാദൃച്ഛികമായി തന്നെ, അല്ലെങ്കിൽ യാദൃച്ഛികമെന്ന് പറയാൻ പറ്റില്ല, അസാധാരണമായ തന്നെ ഒരു നടപടിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു പക്ഷേ തിങ്കളാഴ്ച ഈ ശിക്ഷ വിധിക്കുമ്പോൾ എന്ത് ശിക്ഷയായിരിക്കും ഗ്രീഷ്മയ്ക്ക് നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഒപ്പം തന്നെ കാത്തിരിപ്പിലുമാണ് ഈ കുടുംബമുള്ളത്. കുടുംബ പ്രതീക്ഷ പോലെ തന്നെ ഒരു പരമാവധി ശിക്ഷ, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം അത് തികച്ചും സംശയകരമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ടോം ഇന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചത്. വ്യക്തമാണ്. MG മിഥുനും ഡാൻ കുര്യനുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാറശാലയിൽ ഷാരോൺ രാജ് എന്ന യുവാവിനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കാമുകി ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. പരമാവധി ശിക്ഷ നൽകണം, അതായത് അപൂർവമായ കേസായി കണക്കാക്കി പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിന്ന് വാദിച്ചത്. അതേസമയം പ്രായം കണക്കിലെടുത്ത്
ഗ്രീഷ്മയുടെ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന ആവശ്യം പ്രതിഭാഗവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഗ്രീഷ്മയ്ക്കും അമ്മാവിനുള്ള ശിക്ഷ എന്താണെന്ന് തിങ്കളാഴ്ച അറിയാം. എറണാകുളം ചേന്ദമംഗലം കൊലപാതകത്തിൽ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. അഭിലാഷ്, ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം, അതായത് ഗ്രീഷ്മയെ ഷാരോൺ രാജിന് പല നാളുകളായി സംശയമുണ്ടായിരുന്നു. ഇത് ബന്ധം കൂടുതൽ വഷളാക്കാൻ ഇടവച്ചു. ഒപ്പം തന്നെ ഹോട്ടലിലെത്തിച്ച് സ്വകാര്യ നിമിഷങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ തൃപ്പരപ്പിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു ഇവർ കണ്ടുമുട്ടിയത്. അവിടേക്ക് നിരന്തരം അവിടെ റൂമെടുത്ത് താമസിക്കാറുണ്ടായിരുന്ന അടക്കമുള്ള വിശദാംശങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അവിടെ എത്തിച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പിന്നിൽ ഗ്രീഷ്മയെ സംശയമുണ്ടായതിന്റെ ബലത്തിലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ആവാത്ത അവസ്ഥയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഷാരോൺ ചെയ്തത്. ഒപ്പം തന്നെ ഗ്രീഷ്മയുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമായിരുന്നു വഴിയുണ്ടായിരുന്നത്. കാരണം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ പോലും തന്നെ ഒഴിഞ്ഞു പോകാൻ ഇത്തരത്തിൽ ഷാരോൺ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതായത് ആത്മഹത്യ മാത്രമല്ലാതെ മറ്റൊരു വഴി തനിക്ക് മുമ്പിലായിരുന്നു. തന്റെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്താക്കുമെന്നുള്ള ഭീഷണി ഈ ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന ഒരു മനോഭാവം ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോഴാണ് പ്രതി കുറ്റകൃത്യത്തിലേക്ക് കടന്നത്, മുതിർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗം വാദിക്കുന്നത്. ഗ്രീഷ്മയുടെ പേരിൽ മറ്റ് കേസുകളൊന്നും തന്നെ നിലവിലില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ബിരുദാനന്തര ബിരുദം അടക്കം നേടിയിട്ടുള്ള വ്യക്തിയാണ്, പാസ്സായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തുടർ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഒറ്റ മകളാണ്. 24 വയസ്സ് മാത്രമേ പ്രായം ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഷാരോൺ രാജിന്റെ ആ സമയത്ത് ഷാരോൺ രാജ് ഗ്രീഷ്മയെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം ഈ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇതിന് പിന്നാലെ ഷാരോൺ നടത്തിയത്. പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലയിൽ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. ഋതുവിനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. ഇതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും ആലുവ റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കേസിന് വേണ്ടി വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 ഡിവൈഎസ്പിമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയന്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരും ഉണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. സാർ, മോട്ടീവ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷേ ഇത് ഇപ്പോൾ ഈ സമയത്ത് പറയുകയാണെങ്കിൽ കേസിൽ ബാധിതാവും. പോലീസ് ഇത് നീതിപ്രകാരം മാത്രം നടപടി ചെയ്യാൻ പറ്റൂ. ഏറ്റവും കർശനമായ നടപടി നമ്മൾ സ്വീകരിക്കാം. ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് 3 ഡിവൈഎസ്പി ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്. 17 പേരുള്ള ടീമുണ്ട്. ബാക്കി എല്ലാ എക്സ്പേർട്സ് നമ്മൾ റോപ്പിൻ ചെയ്യാം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ചേന്ദമംഗലം പഞ്ചായത്ത് അധികൃതർ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഏറെ നടുക്കമുണ്ടാക്കിയ ഒരു കൂട്ടക്കൊലയാണ്. നമുക്കറിയാം, 2 കുരുന്നുകളുടെ 2 പെൺകുട്ടികളുടെ മുന്നിലിട്ട് സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ സംഭവം. അതും ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള ഋതു, അയാൾ ലഹരിക്കടിമയാണ്. ഉടൻ തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും പോലീസിന് നീക്കം? കൂടുതൽ ചോദ്യം ചെയ്യുക, തെളിവെടുപ്പ് നടത്തുക. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ കൊണ്ടുവന്നപ്പോൾ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെ ആയിരിക്കുമോ നടപടികൾ? ആയിരിക്കണം. കാരണം
ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ഋതുവിന് നേരെ നാട്ടുകാർ പാഞ്ഞെടുക്കുകയും ആ ഒരു പ്രതിഷേധത്തിന്റെ തിരക്കിൽ തന്നെ പെട്ട് പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ പരിക്കേറ്റ സാഹചര്യമുണ്ടായി. അത് കൊണ്ടുപോകുമ്പോഴും കോടതി മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരാൻ ഇറക്കിയപ്പോഴുമാണ് ഈ രണ്ട് സമയത്തും ആൾക്കാർ അവിടെ കൂടി നിന്ന് അല്ലെങ്കിൽ കാത്തുനിന്ന് ഋതുവിനെ ആക്രമിക്കാൻ തയ്യാറായി നിന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ടോം ഇപ്പോൾ സൂചിപ്പിച്ച ഒരു അതായത് അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടി മാത്രമേ ഋതുവിനെ തെളിവെടുപ്പിനുൾപ്പെടെ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഋതുവിനെ എന്തായാലും ഇന്ന് കസ്റ്റഡിയിലേക്ക് ലഭിക്കാൻ വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പറവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ട് 5 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. 5 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിക്കാനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 17 അംഗ അന്വേഷണ സംഘത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഡിവൈഎസ്പിമാർ സംഘത്തിലുണ്ട്. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളുടെ അതായത് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സേനയിലുള്ളവർ ഈ 17 അംഗ സംഘത്തിലുണ്ട്. വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പക്ഷേ അതിനിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത് ഇത്രയും കൊടും ക്രിമിനലായിരുന്ന ഋതുവിനെ ഇത്തരത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടു എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെയാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ വിട്ടു, അങ്ങനെ അഴിച്ചുവിട്ടതുപോലെ ഒരു ക്രിമിനലിനെ അഴിച്ചുവിട്ട് ആ പ്രദേശത്ത് മുഴുവൻ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ട് ഈ ഒരു 3 പേരുടെ കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ 4 പേരായിരുന്നല്ലോ അതിന് ഇരയായിരുന്നത്, ഈ 4 പേര് അനുഭവിച്ച ദാരുണമായ സംഭവത്തിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തില്ലായിരുന്നോ പോലീസ് അല്പമെങ്കിലും ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ. കാരണം ഋതുവിനെതിരെ 5 എക്സൈസും കേസുകൾ ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ പോലീസിന്റെ സ്ഥിരമായ നിരീക്ഷണത്തിലുള്ള ആൾ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച് ആളുകളെ ഉപദ്രവിക്കുക മാത്രമല്ല സമീപത്തുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ പറ്റി അപവാദം പറഞ്ഞു നടത്തുക. ഈ മരിച്ച വിനീഷയെ പറ്റി നാട് മുഴുവൻ അപവാദം പറഞ്ഞു നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെ പറ്റി അപവാദം പറഞ്ഞു നടക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, അവര് രാത്രികാലങ്ങളിൽ മതിൽ കടന്ന് വീട്ടുവളപ്പിലെത്തുക, അതുപോലെ ടെറസിലെത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഋതു ആളുകൾക്ക് ഒരു ഭീഷണി തന്നെ ആയിരുന്നു. ഇത് പ്രതികരിക്കുന്ന ആളുകളോട് നിങ്ങളെ ഞാൻ പെട്രോൾ ഒഴിച്ചു കൊല്ലും, അതല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നാട്ടുകാരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഈ നാട്ടുകാർ മുഴുവൻ വലിയ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഓരോ വീടുകളിലും അയൽവാസികളെ പോയി ഭീഷണിപ്പെടുത്തുക, അവർക്ക് നേരെ വധഭീഷണി മുഴക്കുക, ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ പല കേസുകളിലും നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ലഹരി കേസിലും ഇതുപോലുള്ള അടിപിടി കേസിലൊക്കെ പിടിക്കപ്പെട്ടപ്പോഴും തനിക്ക് മാനസിക രോഗമാണ് അല്ലെങ്കിൽ മാനസിക രോഗത്തിന് ചികിത്സ നേടുന്നു എന്ന രീതിയിൽ ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരുന്ന ഋതു ഈ കൊലക്കേസിലും ഈ കൂട്ടക്കൊലയിലും അങ്ങനെ മാനസരോഗിയാണെന്ന് പറഞ്ഞ് ഈ നിയമത്തിന്റെ പഴുതിലൂടെ ഇയാൾ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? നാട്ടുകാർ പറയുന്നു ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്ന്. പോലീസിന്റെ നിലപാടെന്താണ് ഇക്കാര്യത്തില്? കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട മുൻപ് ഡിവൈഎസ്പി ജയകൃഷ്ണൻ സർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഋതുവിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയെയും നിലവിൽ ഇയാൾ ചികിത്സ ചെയ്തതായിട്ടോ ചികിത്സയ്ക്കായി സമീപിച്ചതായിട്ടോ നിലവിൽ രേഖകളില്ല, അല്ല തെളിവുകളില്ല, സമീപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളല്ല. മാത്രമല്ല ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ 2 പഴുതും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അടയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നാട്ടുകാർ നേരത്തെ പറയുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ ഋതു എന്തെങ്കിലും കേസിൽപ്പെട്ടാൽ ഋതുവിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പേപ്പർ കാണിക്കും, അത് ഇറക്കിക്കൊണ്ടുവരും. ആ ഒരു ആനുകൂല്യത്തെ, അതായത് ഋതു മാനസിക രോഗിയാണ് എന്നുള്ള ഒരു പേപ്പർ കാണിച്ചിട്ടാണ്, അത് സാക്ഷ്യപത്രം കാണിച്ചിട്ടാണ് ഋതുവിനെ ഈ കുറ്റങ്ങളിൽ നിന്നൊക്കെ വിമുക്തനാക്കിക്കൊണ്ടിരുന്നത്. വീട്ടുകാർ ആ ഒരു പഴുതാണോ ഉപയോഗിച്ചിരുന്നത്, അത് അടച്ചുകൊണ്ടുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇന്നലെ ഡിവൈഎസ്പിയുടെ പ്രതികരണം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഋതു മദ്യപിച്ചിരുന്നില്ല, ആ സമയത്ത് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നില്ല.
അത് രക്തസാമ്പിളിന്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഡിവൈഎസ്പി ഇന്നലെ പ്രതികരിച്ചത്. രണ്ടാമത്തെ കാര്യം, മാനസികാരോഗ്യം പ്രശ്നങ്ങളൊന്നും അയാൾക്കില്ല. അയാൾ ഇത്തരത്തിലൊരു കൗൺസിലിങ്ങിനോ അതല്ലെങ്കിൽ ഇതുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കഴിച്ചതായിട്ടോ ഒന്നും സൂചനകളില്ല. ആശുപത്രിയിൽ സമീപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. ഈ 3 ഡിവൈഎസ്പിമാരെ ചേർത്തിട്ടുള്ള 17-അംഗ അന്വേഷണ സംഘം ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന പ്രതികരിച്ചതും അങ്ങനെയാണ്. എന്തായാലും ഈ കേസിൽ വളരെ അധികം ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്നുള്ളത് അത് പോലീസിനും വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള വലിയ ഒരു ആരോപണമാണ് ഉയരുന്നത്. പോലീസ് ഇത്തരം നിരന്തരം കേസുകൾ ഉണ്ടായിട്ടും നിരന്തരം ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരാളുണ്ടായിട്ടും അതിൽ പോലീസ് ജാഗ്രത കാണിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടി ഈ ഒരു ചെറുപ്പക്കാരനെ സമീപിച്ചിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇത്ര വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു, ഇത്ര ദാരുണമായ കൊലപാതകങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഇന്നലെ അവിടെ കൂടി നിന്ന ആൾക്കാർ പോലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 6 വയസ്സും 11 വയസ്സുമുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ദാരുണമായ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. അവരുടെ അവസ്ഥ അതല്ലെങ്കിൽ അവരെ അനാഥമാക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ കൊലപാതകം നീളുന്നു. ഈ വിനിഷയുടെ അച്ഛൻ വേണുവുമായി കഴിഞ്ഞ ദിവസം വളർത്തുനായ ഈ ഋതുവിന്റെ വീട്ടുവളപ്പിലേക്ക് വളർത്തുനായ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മേൽ തർക്കമുണ്ടാകുന്നു. ഋതു ഇരുമ്പുവടിയുമായി ഗേറ്റ് തല്ലി തകർക്കുന്നു. ഈ വീഡിയോ വിനിഷ പകർത്തുകയും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനത്തെയുള്ള അതായത് നിരന്തരം ഈ വീട്ടുകാരുമായിട്ട് ഇത്തരം ക്ലാഷുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഋതുവിനുണ്ട്. ഇവർ പരാതി കൊടുത്ത സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും പോലീസ് വേണ്ട തരത്തിൽ അന്വേഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോഴും ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നത്. അതായത് ഉഷയുടെ വീട് കൊലപാതകം നടന്നുകൊണ്ട് വീട് അടച്ചിട്ടു. ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പൊതുദർശനം വെച്ചത്. പൊതുദർശനത്തിന് വെച്ച ഈ 2 കിലോമീറ്റർ ചുറ്റുമുള്ള ആളുകൾക്ക് പോലും ഋതുവിനെ പറ്റി ഭീതിയോടുകൂടിയേ പറയാനുള്ളൂ. ഈ പ്രദേശം അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവും ആ കാര്യമാണ് വിലയിരുത്തിയത്. ഈ പ്രദേശം അരക്ഷിതാവസ്ഥയിലായിരുന്നു ഋതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഉപദ്രവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അയാൾ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ. തീർച്ചയായും ആജ്ഞാ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അരക്ഷിതമായി ജീവിക്കേണ്ട ഒരു നാട്ടുകാരുടെ അവസ്ഥ അത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇതുപോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ പോലീസ് നേരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷെ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും നടത്തേണ്ടതാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിലുള്ള മാനസിക പീഡനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കേസിൽ ഈ നവവധുവിന്റെ ഭർത്താവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പോലീസ്. ഭർതൃപീഡനം, ആത്മഹത്യ, പ്രേരണ എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചതാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ യുവതിയുടെ ഭർത്താവ് വാഹിദ് വിദേശത്താണ്. കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഇയാളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ പോലീസിന്റെ നടപടി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ്. കാരണം തിടുക്കപ്പെട്ട് ഒരു കേസെടുക്കുകയല്ല, മറിച്ച് ഇതിൽ ഉത്തരവാദികളായവർ നിയമത്തിന്റെ മുൻപിൽ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കാനുള്ള വഴികളാണ് പോലീസ് തേടുന്നത്. അതുകൊണ്ടാണ് പോലീസിന്റെ നടപടികളെല്ലാം തന്നെ വളരെ വിശദമായി സമയമെടുത്ത് പോലീസ് പൂർത്തിയാക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ശ്രീ സേതു നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ അവർക്കെതിരെ ഈ ഒരു അസ്വാഭാവിക മരണത്തിനായിരുന്നു നേരത്തെ കേസെടുത്തതെങ്കിൽ ഇപ്പോൾ ഭർതൃപീഡനത്തിനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ കൂടി ചേരുന്ന BNS 85 കൂടി ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ വാഹിദ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ വാഹിദിന്റെ കുടുംബാംഗങ്ങൾ ഇതിൽ പ്രതി ചേർക്കപ്പെടാം. അത് അല്പസമയത്തിന് ശേഷമേ വ്യക്തമാക്കുകയുള്ളൂ. കാരണം മൊഴിയുടെ ഈ കുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴി, മറ്റ് തെളിവുകൾ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുക. ഒരു തരത്തിലും തിടുക്കപ്പെട്ട ഒരു നടപടിയെടുത്ത് ഇവർ കോടതിയിലെത്തി ആ കുറ്റപത്രം റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ്
ഈ നടപടികളെല്ലാം വിശദമായിട്ട് തന്നെ നടത്തുന്നതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പ്രതി നേരത്തെ സൂചിപ്പിച്ച ഒരു വിദേശത്താണ് ഉള്ളത്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ കൈമാറുക തുടങ്ങിയ പലവിധ രീതികൾ ഇതിനെ പിന്തുടരേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആ കുടുംബത്തിന് ആശ്വാസമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ കുട്ടിക്ക് ഈ നിക്കാഹിന് ശേഷം അനുഭവിക്കേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനമാണ്. മറ്റു ശാരീരികമായിട്ടുള്ള പീഡനമല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുമല്ല. മറിച്ച് ഈ കുട്ടിയുടെ നിറത്തെ ചൊല്ലിയും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത സാഹചര്യത്തെ ചൊല്ലിയും ഒക്കെ ഈ കുട്ടിയുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ, ഈ കുട്ടിയുടെ അപകർഷതാബോധം വളർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ വാഹിദിന്റെയും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുണ്ടായത്. വാഹിദിന്റെ കുടുംബാംഗങ്ങൾ ഈ വാഹിദിനെ തിരുത്താൻ ശ്രമിക്കുകയല്ല ചെയ്തത്. ഈ കുട്ടിയെ ആശ്വാസം തേടി ചെന്നപ്പോൾ ആ കുട്ടിയെ അവിടെ നിന്ന് അവഹേളിക്കുകയാണ് ചെയ്തത്. തന്നെ ഒഴിവാക്കുമെന്ന ഈ കുടുംബത്തിന്റെ ആ ഭീഷണി, അത് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത്. കാരണം 20 ദിവസമല്ലേ ഒന്നിച്ച് താമസിച്ചത്. വിവാഹമോചനം നടത്തിയാലും അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ വാഹിദിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായത്. അത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് മാനസികമായി, ഈ ഷഹാനെ സംബന്ധിച്ച് മാനസികമായി ഇത് തകർത്തിരുന്നു, മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാഹിദിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടതല്ലേ അനുമോദ്? പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ വഴികളും അടച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നടപടിയാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് കേസെടുത്ത് ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അത് ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു കുറ്റപത്രത്തിൽ തള്ളിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. മറിച്ച് പ്രതി ചേർത്തവർക്കെതിരെ എല്ലാം കൃത്യമായി ചാർജ് ചെയ്ത് അവരുടെ റോള്, ഈ കുറ്റത്തിൽ അവരുടെ റോള് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള തെളിവുകൾ കൂടി കണ്ടെത്തി അവരെ ഉൾപ്പെടുത്താനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ കുടുംബങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷേ പോലീസ് പറയുന്നത് കൃത്യമായ പരിശോധന നടത്തി തന്നെ വേണം അത് ചെയ്യുവാൻ എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടി മരിച്ചത് കുട്ടിയുടെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ ഉള്ളത് ശാസ്ത്രീയമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളാണ്. അതായത് ഫോൺ വഴി ഇയാൾ സംസാരിച്ചതും ഇയാളുടെ ശബ്ദരേഖയും മറ്റു കാര്യങ്ങളും ഒക്കെയാണുള്ളത്. രണ്ടാമതായിട്ടുള്ളത് കുട്ടി എഴുതി രേഖപ്പെടുത്തിയ ഡയറികളാണ്. മൂന്നാമതായിട്ട് ഈ കുട്ടിയുടെ കൂടെ ഈ കുടുംബത്തിൽ ചെന്ന ആളുകളുടെ മൊഴിയാണ്. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള തെളിവുകളാണ് ഇതിൽ ഉള്ളത്. സ്വാഭാവികമായിട്ടും കുടുംബത്തെ ഈ പ്രതി ചേർക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പക്ഷേ കുടുംബത്തിലേക്ക് ഈ അന്വേഷണം എത്തുകയുള്ളൂ. കുടുംബം ഇപ്പോൾ, ഈ വാഹിദിന്റെ കുടുംബം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അവർ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. എന്താണെങ്കിലും മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ദുര്യോഗം സംഭവിക്കാതിരിക്കാൻ ഇത്തരം കേസുകളിൽ, ഇത്തരം സംഭവങ്ങളിൽ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ നീതിന്യായ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ് സ്പോട്ട് ലൈവ്. രാജ്യത്തെ നടുക്കിയ RG കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. CBIയുടെ പ്രാഥമിക കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിധി. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, എന്തൊക്കെയാണ് ഈ വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ശിക്ഷാവിധി എന്നായിരിക്കും? ടോം, രാജ്യത്തെ നടുക്കിയ ആർജിക്കർ ബലാത്സംഗ കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. സിയാൽദ കോടതി ജഡ്ജി അനിർബൻ ദാസ് ആണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിക്കുള്ള ശിക്ഷ എന്ന് തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CBIയുടെ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് കോടതിയിലെ വെച്ചും കോടതിയിലേക്ക് വരുന്ന വഴിയിലും സഞ്ജയ് റോയ് ആവർത്തിച്ച കാര്യം താൻ കുറ്റക്കാരനല്ല, തന്നെ ഈ കേസിൽ കുടുക്കിയതാണെന്ന വാദമാണ് ഉന്നയിച്ചത്. യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുകൂടി വാദിച്ചിരിക്കുന്നത്. ഏതായാലും CBIയെ സംബന്ധിച്ച് CBI ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഈ കേസ് വാദിച്ചത്. പ്രത്യേകിച്ച് DNA പരിശോധനാ ഫലം, ഒപ്പം തന്നെ ആന്തരിക പരിശോധനാ ഫലം, ഇതെല്ലാം ഈ വാദത്തിനിടെ CBI ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ചില നിർണായക തെളിവുകളും CBI വാദത്തിനിടെ ഉന്നയിച്ചിരുന്നു. അതിലൊന്ന്, ഈ പെൺകുട്ടിയുമായി മൽപ്പിടുത്തമുണ്ടായി 5 മുറിവുകൾ
ഇത്തരത്തിൽ സഞ്ജയ് റോയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇത് വാദത്തിൽ CBI ആവർത്തിച്ച് ഉന്നയിച്ചു. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് മുടി കണ്ടെത്തിയിരുന്നു. ഇതും ഒരു തെളിവായി CBI ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് CBI ഈ കേസ് വാദിച്ചത്. അതാണിപ്പോൾ കോടതി, ഏതായാലും CBIയുടെ വാദങ്ങളാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഈ കേസിലെ ഏക പ്രതിയാണ് സഞ്ജയ് റോയ്. സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ സിയാൽദ കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഇയാൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. CBI ഈ വാദത്തിനിടെ ആവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഈ ആർജിക്കർ കൊലപാതകം, ബലാത്സംഗ കൊലപാതകം. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നൊരു ആവശ്യമായിരിക്കും സ്വാഭാവികമായും മുന്നോട്ട് വെക്കുക. തിങ്കളാഴ്ച സ്വാഭാവികമായും ഈ രണ്ട് കൂട്ടരുടെയും വാദം നടക്കും. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരിക്കും സ്വാഭാവികമായും സഞ്ജയ് റോയുടെ അഭിഭാഷകന്റെ വാദം. അങ്ങനെയെങ്കിൽ വധശിക്ഷ പാടില്ല എന്നൊരു നിലപാടിലേക്ക് അവർ ഉന്നയിക്കുകയും ചെയ്യും. കാരണം ഇന്നും ആവർത്തിച്ച് ഇപ്പോൾ സഞ്ജയ് റോയ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കുടുംബം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ കുടുംബത്തിന് അന്വേഷണത്തോട്, പ്രത്യേകിച്ച് CBI അന്വേഷണത്തോട് പോലും പലപ്പോഴും അവർക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം കുടുംബം ആദ്യം മുതൽ ഈ വിഷയത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രതി ഒറ്റയ്ക്കല്ല, മറിച്ച് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാണ് എന്നുള്ളതായിരുന്നു. കുടുംബം എന്ന് ഏതായാലും രാവിലെ പ്രതികരിച്ചത് വിധി വരട്ടെ എന്നുള്ളതായിരുന്നു. ഇനി ശിക്ഷാവിധിക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ കുടുംബം ഒരു തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും CBIയെ സംബന്ധിച്ച് ആശ്വാസകരമാണെന്നുണ്ടായിരിക്കുന്ന വിധി, പ്രത്യേകിച്ച് കുറ്റക്കാരനാണ് സഞ്ജയ് റോയ് എന്നിപ്പോൾ സിയാൽദ കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ടോം. തീർച്ചയായും രാകേഷ്, എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് CBI ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കോടതിയിൽ. കാരണം നമുക്കറിയാം, രാജ്യത്ത് നടുക്കിയൊരു കൊലപാതകമാണ്. മാതൃകാപരമായ ശിക്ഷ ഈ കേസിൽ വേണ്ടതാണ്. ഈ കുടുംബം ഇതിനോട് ഈ വിധിക്ക് ശേഷം കുടുംബത്തിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? നിലവിൽ കുടുംബത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ കുടുംബം സ്വാഭാവികമായും ശിക്ഷാവിധിക്ക് വേണ്ടി കാത്തിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CBI ഈ കേസിന്റെ വാദത്തിനിടെ ഉന്നയിച്ചിരുന്ന കാര്യം തന്നെയാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, ഇത് പരിഗണിക്കണം എന്നൊരാവശ്യം CBI ഉന്നയിക്കും. സ്വാഭാവികമായും തിങ്കളാഴ്ച വാദത്തിന് ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. അന്നും അവർ നേരത്തെ വാദത്തിനിടയിൽ 66 ദിവസമാണ് ഈ കേസിന്റെ വാദം നടന്നിട്ടുള്ളത്. അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോഴും CBI അക്കാര്യം തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക. ഏതായാലും നിലവിൽ കുടുംബം ഈ വിധിയിൽ തൃപ്തരാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കുടുംബത്തിന്റെ ആശങ്ക അല്ലെങ്കിൽ കുടുംബത്തിന്റെ പരാതി എന്ന് പറയുന്നത് ഇയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. കാരണം സഞ്ജയ് റോയ് കുറ്റക്കാരനല്ല എന്നൊരു ഘട്ടത്തിലും കുടുംബം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെന്നൊരു വാദം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം ഇനി ഏത് നിലയിൽ പ്രതികരിക്കുമെന്നുള്ളൊരു പക്ഷേ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അവരുടെ നീക്കങ്ങൾ വ്യക്തമാകുക. ഏതായാലും രാജ്യത്തെ തന്നെ നടുക്കിയ, രാജ്യത്ത് വലിയ സമരങ്ങൾക്ക്, ഡോക്ടർമാരുടെ അടക്കം സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സംഭവമാണ് ആർജിക്കർ ബലാത്സംഗ കൊലപാതകം. കാരണം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് അത് ഇടവരുത്തിയിരുന്നു. കേരളത്തിലടക്കം ഡോക്ടർമാർ പണിമുടക്കിയിരുന്നു ഈ വിഷയത്തിൽ. അത്തരത്തിൽ വലിയ തോതിലുള്ള ജനരോഷമുണ്ടാക്കിയ സംഭവമാണ് ആർജിക്കർ കൊലപാതകം. അത് വലിയ തോതിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക്, ആശുപത്രികളിലെ മാർഗനിർദ്ദേശങ്ങൾക്കൊക്കെ ഇടവരുത്തുകയും ചെയ്തിരുന്നു. കാരണം സുപ്രീം കോടതി തന്നെയാണ് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണം, മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് തുടർന്നാണ് ആശുപത്രികളിൽ വിശ്രമമുറി, ഒപ്പം തന്നെ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കൽ തുടങ്ങിയ നടപടികളിലേക്ക് അധികൃതർ, സർക്കാരുകൾ കടന്ന്, പ്രത്യേകിച്ച് ബംഗാൾ സർക്കാർ തന്നെ കടക്കുകയും ചെയ്തു. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് അവരുടെ ഭരണനാളുകളിൽ, പ്രത്യേകിച്ച് 2011 മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ മമതാ ബാനർജി നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം അല്ലെങ്കിൽ പ്രതിരോധത്തിലായ സംഭവം കൂടിയായിരുന്നു ആർജിക്കർ കൊലപാതകം. മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് പലപ്പോഴും വിളിച്ചപ്പോഴും ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമരക്കാർ തയ്യാറായില്ല. ചർച്ച ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമരക്കാരെ കാണുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു ആർജിക്കർ കൊലപാതകം. ആ കേസിലാണ് ഇപ്പോൾ ഏതായാലും നിർണായകമായ വിധി വന്നിരിക്കുന്നത്. കുറ്റക്കാരനാണ് പ്രതി സഞ്ജയ് റോയ്, കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ടോം. രാകേഷ്, നിലവിലെ CBIയുടെ കണ്ടെത്തൽ ഈ സഞ്ജയ് റോയ് മാത്രമാണ് ഈ കേസിലെ പ്രതിയൊന്നായിരുന്നല്ലോ. എന്നാൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അന്വേഷണം വൈകിപ്പിച്ചതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഭിജിത്ത് എന്നിവരെ CBI നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. പിന്നീട് കുറ്റപത്രത്തിലൊന്നും ഇവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ
അങ്ങനെ ഈ പ്രതികളെ ഇവർ ഈ കേസ് ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനൊക്കെ CBI അറസ്റ്റ് ചെയ്ത ഈ ഉന്നതരായിട്ടുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ടാണോ ഈ ഡോക്ടറുടെ വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെ ആരോപണം? ടോം, പുതുതായി കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജഡ്ജി വിധി പറയുന്നതിനിടെ വിധി പറയുന്നതിനിടെ ചില സൂചനകൾ, ശിക്ഷ സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയ കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് 25 വർഷം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിച്ചേക്കാം എന്ന സൂചന ജഡ്ജി നൽകി എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ടോം സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ കുടുംബത്തിനും ഒപ്പം തന്നെ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കും ഒക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്ക അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പിന്നീട് പ്രിൻസിപ്പലിനെ അടക്കം ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളാണ് CBI പരിശോധിച്ചിരുന്നത്. കാരണം അവിടെ ക്യാൻറ്റീൻ സ്ഥാപിക്കുന്നതിലടക്കം പല കോഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങളിലടക്കം വലിയ അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. പക്ഷേ പ്രിൻസിപ്പലിന്റെയും കോളേജ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മരണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് കുടുംബത്തെ അവർ അറിയിക്കാൻ തയ്യാറായത്. അതാണ് കോളേജ് അധികൃതർ, മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്തതും പിന്നീട് അത് സാമ്പത്തിക അഴിമതി അടക്കമുള്ള കേസുകളിലേക്ക് അറസ്റ്റ് നീണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഏക പ്രതി തന്നെയാണ് സഞ്ജയ് റോയ്. അതാണ് CBIയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിലാണ് വലിയ വിയോജിപ്പ് കുടുംബത്തിനുള്ളത്. പക്ഷേ കുടുംബം ഇപ്പോഴും, ഇന്ന് രാവിലെയും അവർ പ്രതികരിച്ചിരുന്നു, ആ പ്രതികരണത്തിൽ പോലും കുടുംബം ആവർത്തിച്ചു പറഞ്ഞിരുന്നത് അവർക്കിപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. അതായത് ഒറ്റയ്ക്കൊരു പ്രതിക്ക് ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുമോ എന്ന സംശയം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിനകത്തുനിന്ന് ആർക്കെങ്കിലും മറ്റു തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. ഈ വിധിക്ക് ശേഷമുള്ള പ്രതികരണം കുടുംബത്തിന്റെ വന്നിട്ടില്ല. ആ പ്രതികരണം ഏതായാലും നിർണായകമാണ്. സ്വാഭാവികമായും ഒരുപക്ഷെ അവർ ശിക്ഷ എന്ത് എന്ന് രാകേഷ്, ഈ വിധിക്ക് ശേഷം ഈ കുടുംബം നിയമ നടപടിയുമായി മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ പറയുന്ന പോലെ സഞ്ജയ് റോയ് മാത്രമല്ല, കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ട്, ഇയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ? ടോം, തീർച്ചയായും ഈ വിധി എന്തെന്നറിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ കുടുംബത്തിന്റെ മറ്റു നടപടികൾ. ഏതായാലും ഇന്ന് രാവിലെ അവർ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഏതറ്റം വരെയും പോകും, സുപ്രീം കോടതി വരെ പോകാനും തയ്യാറാണെന്ന പ്രതികരണം അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിധിക്കായി കാത്തിരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. അത് CBI അന്വേഷണത്തിന്റെ കാര്യത്തിലും അവർ പൂർണ്ണതോതിൽ തൃപ്തി എന്ന നിലയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ആദ്യം മുതൽ ഉന്നയിക്കുന്ന സംശയമാണ്. കാരണം ഈ അന്വേഷണം നടക്കാൻ, പോലീസ് അന്വേഷണത്തിൽ വലിയ പാളിച്ചകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രതികളിലേക്ക് എത്താത്തത് എന്നൊരു ആരോപണം ആദ്യം മുതൽ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ സർക്കാരിനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പ്രിൻസിപ്പലിന് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഇതിനിടയിലാണ് കുടുംബവും സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലും കുടുംബം കരുതുന്നത് അല്ലെങ്കിൽ കുടുംബം വിശ്വസിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല, അന്ന് ചില തെളിവുകളെങ്കിലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് കൂടുതൽ പ്രതികളിലേക്ക് എത്താത്തതെന്നാണ് കുടുംബം സംശയിക്കുന്നത്. ഏതായാലും നിലവിൽ CBIയും സഞ്ജയ് ഘോഷിനെ മാത്രമാണ് പ്രതി ചേർത്തിരുന്നത്, അയാൾ മാത്രമാണ് പ്രതി എന്ന് CBIയും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ അന്വേഷണമാണ് നടന്നത്, അതിന്റെ തെളിവാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതെന്ന പ്രതികരണം ഇപ്പോൾ ആണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ടോം, കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. രാകേഷാണ് വിവരങ്ങൾ. കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കൗൺസിലർ കലാരാജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് കലയുടെ മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് UDF കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. Marante!
കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ ഒരു CPM കൗൺസിലറെ അതേ പാർട്ടിയിലെ തന്നെ ആളുകൾ തട്ടിക്കൊണ്ടുപോയതായിട്ട് പരാതി ഉയർന്നു വരുന്നു. എന്നാണ് ഈ അവിശ്വാസ പ്രമേയം എന്നായിരുന്നു ചർച്ചയ്ക്ക് എടുക്കാനിരുന്നത്? എന്തായാലും ഈ ഒരു ആരോപണം CPM മേൽ ഉയർന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കൗൺസിലർ കല ഇപ്പോൾ എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചന ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ കലയെക്കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനകളിലേക്കും വന്നിട്ടില്ല. മറ്റൊന്ന് CPM ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. തങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ സംഭവത്തിന് ആളുകൾ പറയുന്നത്, സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത് അവരുടെ വാഹനത്തിൽ അവരെ കയറ്റിക്കൊണ്ടുപോയെന്നാണ്. ചെയർപേഴ്സന്റെ വാഹനത്തിൽ അവരെ കയറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും. ഇവരെ തട്ടിക്കൊണ്ടുപോയതായിട്ട് തന്നെ പറയുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് 25 അംഗ ഭരണസമിതി, 25 അംഗ കൗൺസിലാണ് കൂത്താട്ടുകുളം നഗരസഭയുടേത്. ഇതിൽ വരുന്നത് 13 പേർ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 11 പേരാണ് UDFിനൊപ്പം നിൽക്കുന്നത്. ഒരു സ്വതന്ത്രൻ എന്ന രീതിയിലാണുള്ളത്. കലാ രാജു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UDFിനോട് ഒരു അടുപ്പം പുലർത്തുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്വതന്ത്രനായി നിൽക്കുന്നയാൾ UDFിനൊപ്പം പോകാനായിട്ട് ഏതാണ്ട് ധാരണയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഇന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു. രാവിലെ അധ്യക്ഷനെതിരെയും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷനെതിരെയും അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനാണ് തീരുമാനമുണ്ടായിരുന്നത്. അതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു UDF കൗൺസിലർമാരടക്കം. അവർക്ക് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു. DYSPയുടെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ്, ഈ പോലീസുകാർക്കെല്ലാം ഇടയിലാണ്, പ്രവർത്തകർക്കിടയിലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കലാരാജുവിനെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകുന്നത്. ആ വാഹനം ഓടിച്ചിരുന്നയാൾ ഇടതു മുന്നണി പ്രവർത്തകനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. SFI പ്രവർത്തകനാണ് എന്ന രീതിയിൽ തന്നെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നേരത്തെ CPM ഓഫീസിലുണ്ടായിരുന്നു, ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു എന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നീട് അവിടെ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർ UDF പറയുന്നത് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഗുരുതരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ അവിടെ MLA അനൂപ് ജേക്കബും മാത്യു കൊഴുനാടനും അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം നടന്നു. ഇതിനിടയിൽ കലാരാജുവിൻ്റെ മകൾ ലക്ഷ്മി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി നൽകിയിരിക്കുന്നു. തൻ്റെ അമ്മയെ കാണുന്നില്ല, അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന രീതിയിൽ പരാതി നൽകിയിരുന്നു. CPM എന്ന പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തൻ്റെ അമ്മ രോഗിയാണ്, അവരെ സംരക്ഷിക്കണം എന്നതെല്ലാം തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അല്പസമയം മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതി നേരിട്ട് നൽകി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷനെതിരെയുള്ള ഈ അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. UDF ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അവരവിടെ എത്തിക്കണം എന്ന രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കനപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ DYSP അടക്കം കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപവും UDF ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. കലാരാജു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂത്താട്ടുകുളം നഗരസഭാ ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമാകുമായിരുന്നു എന്ന് പറയുന്നു. അത് ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന രീതിയിലാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയതെന്നാണ് ഒരു ആക്ഷേപമായിട്ട് UDF പറയുന്നത്. എന്തായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥയും അതോടൊപ്പം തന്നെ പ്രതിഷേധവും എല്ലാം തന്നെ തുടരുകയാണ്. കൂടുതൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോം, അതായത് ഡാനി, ഉച്ചയ്ക്ക് ശേഷം ഈ വൈസ് ചെയർമാന്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന കൗൺസിലർ കലാരാജുവിനെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ UDF ഒരു വലിയ
പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഡാനി? ടോം, രാവിലെയും ഇതുപോലൊരു സംഘർഷ സാധ്യതകളിലേക്കെല്ലാം തന്നെയാണ് വന്നത്. പിന്നെ പോലീസിന്റെ ഒരു അടിയന്തര ഇടപെടലുണ്ടായി. മുഖാമുഖം നിന്ന UDFും അതോടൊപ്പം തന്നെ LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം ഈ പോരടിക്കാൻ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് പിന്നീട് ഒരു അയവ് വന്നു. കാരണം ഇത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു, തങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് UDF പറഞ്ഞു. കാരണം ഇങ്ങനെയൊരു അവസ്ഥയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് തങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരപരിപാടിയിലേക്കാണ് നീങ്ങുകയും ചെയ്തത്. MLA-മാരും മറ്റു നേതാക്കളടക്കം അതിനാണ് നേതൃത്വം നൽകുന്നത്. ഉച്ചയ്ക്ക് ശേഷം അവിശ്വാസ പ്രമേയം ചർച്ചയിലേക്ക് പോകാനാണ് ഇപ്പോഴുള്ളൊരു തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉപാധ്യക്ഷനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിലേക്കായിരിക്കും കടക്കുക. സണ്ണി കുര്യാക്കോസിനെതിരെയാണ് അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവരെ ഈ കലാരാജുവിനെ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ CPM പറയുന്നു തങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല, CPM ഇടതുമുന്നണിയും എല്ലാം തന്നെ പറയുന്നു. എന്താണെങ്കിൽ കൂടിയും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നാണ് UDF പറയുന്നത്. കലാരാജുവിനെ ഈ സമയത്തേക്ക് ഇവിടത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു ആവശ്യം. അല്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്ന നിശ്ചയത്തിൽ തന്നെയാണ് UDFും കോൺഗ്രസിലുമുള്ളവരും എല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.